ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും അഗ്രി സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. യാത്ര എന്ന് വെച്ചാൽ എന്നെങ്കിൽ നമ്മൾ കാണുന്ന പോലെ ഒരു വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ യാത്രയല്ല, കുറച്ചധികം ദൂരം ഉള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര പോകുന്നത്. എന്നും എല്ലാ വീഡിയോയിലും നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ സന്തത സഹചാരിയായ വിജയശേഖരനുണ്ട്. വിജയശേഖരനും ഞാനും മാത്രമല്ല ഇന്നത്തെ യാത്രയിലുള്ളത്. ഞാനും വിജയശേഖരൻ്റെ വൈഫ്, പിന്നെ വിജയശേഖരനുണ്ട്, വിജയശേഖരൻ്റെ അളിയൻ മഹേഷുണ്ട്, മഹേഷിൻ്റെ വൈഫുണ്ട്, പിന്നെ വിജയശേഖരൻ്റെ മോനുണ്ട്, എൻ്റെ മോനുണ്ട്. ഇത്രയും പേരാണ് യാത്ര. നമ്മുടെ ഈ വണ്ടിയിലല്ല, നമ്മൾ 6 പേരുള്ളതുകൊണ്ട് വിജയശേഖരൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും വൈഫ് റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനകത്ത് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂറിനകത്ത് ഇവിടെ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓണാവധി ആ ടൈമിലാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. എന്തായാലും അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് പറയുന്നത്. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഊട്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മധുര റൂട്ട് പിടിച്ച് പോകാനാണ് ഒരു പ്ലാന്. ഒരു 4 മണിക്കകം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഏകദേശം ഒരു 550ഓളം കിലോമീറ്റർ ഉണ്ട്. 550 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് എത്താനായിട്ട് മധുര വഴി പോകുമ്പോഴത്തേന്. ഒറ്റ റോഡാണ്. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കന്യാകുമാരി പിടിച്ചിട്ട് കന്യാകുമാരിയിൽ നിന്ന് ഒറ്റ ഹൈവേ ആണ്. വേറെ ഇടയ്ക്ക് എക്സ്പ്രസ് ഹൈവേ കൊണ്ടെന്ന് പറയാം. നമ്മൾ ആ റൂട്ട് അധികം പോയിട്ടില്ല. എന്തായാലും നമ്മൾ ഇന്നത്തെ ബാക്കി കാഴ്ചകളെല്ലാം വീഡിയോയിലൂടെ കാണാം. തുടർന്ന് അവിടെ നിന്ന് വേറെ ഒരു സ്ഥലം മൈസൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ ഊട്ടി മൈസൂരാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴികളുടെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളാകും ഇനി ഒരു 3-4 എപ്പിസോഡ് ഉണ്ടാവുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂന്നരയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വിജയശേഖരൻ്റെ അളിയനെയും ഫാമിലി എല്ലാവരെയും വിളിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം 4 മണി കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരുനെൽവേലി, അതായത് കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലി മധുര വഴിയാണ് നമ്മൾ ഊട്ടിക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റോഡ് വഴിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കേരള സ്റ്റേറ്റ് ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ ഫുള്ളായിട്ട് പണി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് വഴി പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരുപാട് റോഡ് ഫുൾ മൊത്തം പൊളിച്ചിട്ട് പണി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അതുവഴി പാസ് ചെയ്യുന്നതിന്. അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ ഈ തമിഴ്നാട് മധുര വഴി പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതായത് നമ്മൾ യാത്ര തിരിക്കുന്നതിൻ്റെ തലേദിവസം വരെ ഈ സ്റ്റേറ്റ് ഹൈവേ, നമ്മൾ കേരള സ്റ്റേറ്റ് ഹൈവേ പിടിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് നമ്മൾ ഈ പണി നടക്കുന്നതിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ അതിനുശേഷമാണ് ഈ മധുര വഴിയുള്ള പ്ലാനിങ് ആയത്. പക്ഷെ നമ്മുടെ ഈ റൂട്ടിൽ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ 3-4 എന്തോ ടോള് കൊടുത്തെന്ന് തോന്നുന്നു നമ്മൾ ഊട്ടി എത്തുന്നതിനിടയ്ക്കായിട്ട്. പക്ഷെ ടോള് കൊടുത്തെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ആ കൊടുത്ത എമൗണ്ടിനനുസരിച്ചുള്ള കിടിലൻ റോഡുകളാണ്. ഒരിടത്തും ഒറ്റ റോഡിൽ കട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയാണ്. ഫുള്ള് ഇരുട്ടാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഓപ്പണായി കിടപ്പുണ്ട്. വേറെ വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. വന്ന വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് സ്ട്രെയിറ്റ് റോഡാണ്. ഒരു കട്ടറോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി ഒരു ടോൾ കഴിഞ്ഞ് ഇനിയും ടോൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയാൻ പാടില്ല, എങ്ങനെയാണ് മുന്നോട്ട് പോയാലേ അറിയാം. ഇനി നമുക്ക് ഏകദേശം ഒരു 400 കിലോമീറ്ററാണ് ഊട്ടി ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഏകദേശം ഒരു 8-9 മണിക്കൂറോടെ എടുക്കും എന്തായാലും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഊട്ടി അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇനിയുള്ളത് ഫുള്ള് ഹൈ റേഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന മലനിരകളായിരിക്കും ഊട്ടി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ ആണെങ്കിൽ ഏകദേശം 2-2.5 മണിക്കൂറാണ് ഇനി ഇവിടെ നിന്ന് കാണിക്കുന്നത്. ഫുള്ള് ഹൈ റേഞ്ചാണ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് ടൈം എടുക്കുന്ന ഒരു യാത്രയാണ്. ഇതിലിനി നമുക്ക് പോകാനുള്ള മാപ്പാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 48 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പക്ഷേ 48 കിലോമീറ്റർ ആണെങ്കിലും
ഏകദേശം 1 മണിക്കൂർ 47 മിനിറ്റ് കൊടുക്കും. അതായത് ഈ ലാസ്റ്റ് ഭാഗത്ത് ഫുള്ള് ഇത് ഹൈ റേഞ്ചാണ്, ഫുള്ള് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഈ ഹൈ റേഞ്ച് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഓർമ്മ വരുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു ഫീലാണ്. അതുപോലെയുള്ള ചെറിയ വീതി കുഴഞ്ഞ ഒരു ഹൈ റേഞ്ചാണ്. അതുപോലെ നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ എനിക്ക് ഇടയ്ക്ക് കട്ടറൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഈ റോഡിൽ കട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല റോഡ് നല്ല സ്മൂത്തായിട്ട് ചെയ്തിട്ടുണ്ട്. ഹെയർ പിന്നുകളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നേരം വെളുത്ത് ഒരു 7 മണി 8 മണി ആവുന്നേ ഉള്ളൂ, 7 മണിക്ക് അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് റോഡിൽ വലിയ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് വലിയ വീതി കുറഞ്ഞ റോഡാണ്, നല്ല വീതിയുള്ള റോഡൊന്നുമല്ല. അതുപോലെ ഒരുപാട് ലോറിയും ബസ്സും ഒക്കെ വരുന്ന റോഡാണ്. അപ്പോൾ നമുക്ക് അധികം ഒരിടത്ത് നിർത്താനായിട്ട് വലിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ വീതി കുറവാണ് എല്ലായിടത്തും. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വീതി ഉള്ള ഒരു സ്ഥലം കിട്ടിയപ്പോൾ തന്നെ നിർത്തിയാണ്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ലോറി അതിൻ്റെ ഫ്രണ്ടിൽ വഴിയിലേക്ക് കിടപ്പുണ്ട്, എന്താ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ നിർത്തിയാണ്. അത്യാവശ്യം ഒരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നിർത്തിയത്. ഇതിന് താഴോട്ട്, അതായത് നമ്മൾ കയറി വന്ന വഴിയിലോട്ട് ഇതിനേക്കാളും ഒരുപാട് വ്യൂസ് ഉള്ള ഒരു സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ വരുമ്പം കാണാം. പക്ഷേ വണ്ടി നിർത്താൻ ഒരിടത്തൊന്നും സ്ഥലമില്ല. വളരെ വീതി കുറഞ്ഞ റോഡാണ്. ചേട്ടാ, നമ്മളെ ഊട്ടി യാത്ര പൂർണ്ണമായിട്ടില്ല, എത്തിയിട്ടില്ല. നമ്മൾ ഹെയർ പിന്നെ പകുതി എത്ര ഹെയർ പിന്നുണ്ടെന്ന് അറിയാം? അറിയാൻ പാടില്ല. നമ്മുടെ പൊന്മുടിയിൽ 22. അതുപോലെ അതിനേക്കാളും ചില സ്ഥലങ്ങളിൽ വീതി കുറവാണ്. എങ്ങനെയുണ്ട്? നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ അറിയാം. എന്തായാലും ഇപ്പൊ തന്നെ നല്ല തണുപ്പുണ്ട്. സ്ഥലമൊക്കെ അടിപൊളിയല്ലേ? സ്ഥലം അടിപൊളി. ചേട്ടാ ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, ഊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു 5-8 വർഷം മുന്നേ. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി അടിപൊളിയല്ലേ? പച്ചപ്പ് ഹരിതാവൊക്കെ കറക്റ്റ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിയിലും കൂടെയാണ് നമ്മളെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ന് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും ക്വാളിറ്റി അതിൻ്റെ കാര്യങ്ങളെല്ലാം. നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയ ആ സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴാണ് കണ്ടത്. മരപ്പാലം എന്നാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തൊരു മരപ്പാലമുണ്ട്, ആ മരപ്പാലം അല്ല. ട്രിവാൻഡ്രത്തുനിന്ന് സഞ്ചരിച്ച് ഏകദേശം ഒരു 8-8:30 നമ്മൾ ഊട്ടി എത്തിയിട്ട് നമ്മൾ റൂം എടുക്കാനായിട്ട് ജസ്റ്റ് അവിടെ വന്ന് വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഒരു പയ്യൻ വന്ന് നമ്മളോട് ചോദിച്ചു റൂം വേണമെന്ന്. അപ്പോൾ പുള്ളി നമ്മൾ
നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പുള്ളി എടുത്ത് പറഞ്ഞു. ഒരു റൂമിന് ഇത്ര വെച്ചാണ്, നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് പ്ലാൻ ചെയ്താണല്ലോ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഫുള്ള് വീട്, ഒരു 2 റൂം, പിന്നെ ഒരു കിച്ചണ്, ഒരു ഹോള്, പിന്നെ ബാത്റൂം, ടോയ്ലറ്റ്, ഇതെല്ലാം ഉള്ള ഒരു ഫുൾ വീടായിട്ട് കോട്ടേജ് പോലെ അവർ തരാമെന്ന് പറഞ്ഞു. 3000 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ എന്നിട്ട് നമ്മൾ 3000 രൂപയ്ക്ക് ബഡ്ജറ്റ് നമുക്ക് പറ്റില്ലെന്ന് കണ്ടുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തേന് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് 2500-നാണെങ്കിൽ ഓക്കെ പറയാം. അപ്പോൾ 2500 രൂപയ്ക്ക് നമ്മൾ ഓക്കെ പറഞ്ഞ് നമ്മൾ ആ ക്വാർട്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ക്വാർട്ടേഴ്സ് എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ എടുത്തത്. ഈ ടാങ്ക് വെച്ചിരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ കോട്ടേജ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ടൊരു വഴി കിടന്നു, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയാണ്. എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു 2500 രൂപയ്ക്ക് ലാഭം തന്നെയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ നമ്മുടെ നേരെ ഓപ്പോസിറ്റും സൈഡിലോട്ടൊക്കെ കുറേ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ വന്നപ്പോഴത്തേന് ഒരു മലയാളി പയ്യൻ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. റൂമിന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു റൂമും പിന്നെ ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സംഭവമുണ്ട്, പിന്നെ സിറ്റ് ഔട്ട് പോലെ ചെറിയൊരു റൂം പോലെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ബാൽക്കണി ഉണ്ട് അപ്പുറ സൈഡിലേക്ക്. അപ്പോൾ അതിന് ഇത്രയും മാത്രം 2000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 2500 എന്തുകൊണ്ടും ലാഭമാണ്. അതായത് നമ്മൾ 6 പേരുണ്ട്, 6 പേരും 2 കുട്ടികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു ചെറിയൊരു കുഞ്ഞു വീടാണത് സംഭവം. ആ വീടിന് നമുക്ക് 2500 രൂപയ്ക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം. ഇവിടെ അതിനകത്ത് ചുറ്റും ഒരുപാട് വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ വീടുകളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു കല്ല് മണ്ണ് വാരി ഇട്ടയ്ക്കുന്ന പോലെ അതുപോലെയാണ് വീടുകളെല്ലാം തൊട്ടടുത്തടുത്ത് തന്നെ ഉള്ളത്. നമ്മുടെ കോട്ടേജ് ഇതാണ്, ഇവിടെയാണ്. അങ്ങോട്ട് അകത്തോട്ട് കയറാം. ചേട്ടാ, 2500 രൂപയ്ക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ? 2500 ലാഭം. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള റൂം ചോദിച്ചപ്പം 2000 അല്ലേ പറഞ്ഞു. അതാണ് ഒരു റൂമും ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഒരു ബാൽക്കണി ഉണ്ട്, കുഞ്ഞു ബാൽക്കണി. എല്ലാം കൂടെ ചേർത്ത് 2000 രൂപ പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലക്ഷറിയാണ്. 2500 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് ഊട്ടി വരുന്നവർക്ക് അത് ഈ റൂമിൻ്റെ നമ്പറോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ അതിൻ്റെ നമ്പർ 2 മൊബൈൽ നമ്പറുണ്ട്. അപ്പോൾ 2 നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യം ഇവിടെ വരുന്നവർക്ക് റൂം ഇതേപോലെ ഒരു വീട് വേണം എന്നുള്ളവർക്ക് ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. കോട്ടയത്തിനകത്തോട്ട് നമ്മൾ എടുത്ത ആ കോട്ടയിലാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കയറി നോക്കാം. നമ്മൾ വണ്ടി വന്നത് അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് കയറിയിട്ടാണ് വന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് അതായത് ഗൂഗിൾ മാപ്പിൽ ഊട്ടിയെന്ന് കാണിക്കുന്ന ആ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്ററോളം അകത്തോട്ട് വരണം. ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ വണ്ടി കൊണ്ടുവന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേക പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല, ഇവിടെ സൈഡിൽ ഒതുക്കി പാർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ക്യാഷ് ഇവിടെ റെഡി ആയിക്കൊണ്ട് കോട്ടയത്തിനകത്ത് ബാക്കി എല്ലാവരും ഇറങ്ങി. ഈ കാണുന്ന ഒരു ഹോളാണ്. പിന്നെ ഒരു ബെഡ്റൂമും ഇതിനകത്തൊരു ടോയ്ലറ്റുണ്ട്. പിന്നെ അതുപോലെ വന്നിട്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചണും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു റൂമുണ്ട്. ഇത്രയാണ് നമുക്ക് 2500 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടും ലാഭം തന്നെയാണ്. സോഫ സെറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. TV ഉണ്ട്, 3 TV ഉണ്ട്. നമ്മളിവിടെ നിന്ന് റെഡി ആയിട്ട് പുറത്തോട്ടിറങ്ങി നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അടുത്ത എപ്പിസോഡിലേക്കും കാണുക. അതുവരേക്കും ഗുഡ് ബൈ.